സുഹൃത്തുക്കളെ, ഞാനീ നിൽക്കുന്ന ഈ പ്രദേശമാണ് പുതുപ്പള്ളി തന്നെയുള്ള കുന്നേപ്പറമ്പ് എന്ന് പറഞ്ഞൊരു പ്രകൃതി രമണീയമായ സ്ഥലം. ഇതതിൻ്റെ ഒരു മേളുവശമാണ്. ധാരാളം ജനങ്ങൾ, നല്ലവരായ ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലം. അതാണ് പ്രത്യേകം പറയേണ്ടത്. നല്ല ആൾക്കാർ ധാരാളമുള്ള ഒരു പ്രദേശം. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വന്നൊരു ചെറിയ വീഡിയോ എടുക്കണമെന്ന്. പ്രകാരമായിട്ട് വന്നതാണ്. ഇതൊക്കെ നമ്മുടെ ചെറുക്കന്മാരുടെയൊക്കെ വീടുകളാണ്. അവരൊക്കെ പണിക്കൊക്കെ പോയിരിക്കുകയാണ്. ഒത്തിരി നല്ല ആളുകൾ, നല്ല സ്നേഹവും. കുറേ ആളുകൾ ഇവിടുന്ന് താമസം മാറിയൊക്കെ പോയി. എങ്കിലും ഈ നാട് വളരെ നല്ല നാടാണ്. ഇവിടുത്തെ ജനങ്ങളും അതുപോലെയാണ്. സഹകരണവും, എല്ലാവർക്കും ഉപകാരവും ചെയ്യുന്ന നല്ലവരായ ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് കുന്നേപ്പറമ്പെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്ത് കാര്യത്തിനും ഇവിടെ എല്ലാം ചേട്ടാ വാ വരുന്നു അങ്ങോട്ട് ഇതിന് സഹകരിക്കുന്ന നല്ല നല്ല ആൾക്കാരുള്ള. അതുകൊണ്ടാണ് ഞാനത് പിന്നെയും അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എനിക്കത്രയേറെ പ്രിയപ്പെട്ട ഒരു നാടാണ്. ഒത്തിരി സുഹൃത്തുക്കളും ഒത്തിരി അഭ്യുകാംക്ഷികളും ഉള്ള ഒരു നല്ല പ്രദേശമാണ്. കുറേ ആൾക്കാരൊക്കെ ഇവിടുന്ന് താമസം മാറിപ്പോയി. കുറച്ച് പേരൊക്കെ മരിച്ചു പോയി. എങ്കിലും ഒത്തിരി ആളുകൾ അറിയാവുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഇറക്കമാണ്. ഞാൻ ഇറങ്ങി ഇതിലേ കുറേ വീടുകളൊക്കെ ഉണ്ട്. എല്ലാ വഴിയും കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് അങ്ങനെ വന്നേ. അപ്പുറം ഇതുപോലെ കുറേ വഴികളും കുറേ വീടുകളും ഒക്കെ ഉണ്ട്. നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇപ്പോൾ ഒതുക്കുന്നു. പിന്നീട് ഞാൻ വിശദമായിട്ടൊരു നല്ലൊരു വീഡിയോ പിന്നീട് ഈ പ്രദേശത്തെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവരുടെ ഈ താഴത്തെ വഴിയിലോട്ടും കൂടെ ഇറങ്ങാം, കാണിക്കാം. ഇതൊക്കെ എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. നല്ല സഹകരണമുള്ള, നല്ല എണ്ണം നിറഞ്ഞ ആൾക്കാർ വസിക്കുന്ന ഒരു പ്രദേശമാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ഇതൊക്കെ എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഒരു കടയുള്ള മുരളിച്ചേട്ടനുണ്ട്. പ്രത്യേകം നമ്മൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിത്വമാണ്. ഇതാണ് പുതുപ്പള്ളിക്ക് കിടക്കുന്ന വഴി. ഇതിനപ്പുറം റബ്ബർ ബോർഡ് എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ ബസ് സ്റ്റോപ്പാണ്. കവലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ പ്രദേശം. ഇതൊരു കട, ചേച്ചിയുടെ ഒരു കട. വണ്ടി വരും. ഒരു വീട് എല്ലാം അറിയാവുന്നവരുടെ വീടുകളാണ്. എല്ലാം അറിയാവുന്നൊരു പുതിയ കുറേ വീടുകൾ വരുന്നുണ്ട്. മുരളിച്ചേട്ടാ, അങ്ങനെ മുരളിച്ചേട്ടനുണ്ടോ ഇവിടെ? മുരളിച്ചേട്ടൻ എന്തി ഇല്ലാണോ? മുരളിച്ചേട്ടൻ എന്തി എവിടെയുണ്ടോ? പറയാം. ഇതാണ് മുരളിച്ചേട്ടൻ്റെ കട. ഞങ്ങളുടെ മുരളിച്ചേട്ടൻ്റെ കട ഇതാണ്. ഇതിലേ കുറേ വഴികളും വീടുകളൊക്കെ ഉണ്ട്. മുരളിച്ചേട്ടാ, ഓയ്, കുറേ വഴികളും വീടുകളൊക്കെ ഉണ്ട്. ഉണ്ടോ? ഞാൻ മുരളിച്ചേട്ടൻ എന്തി ജസ്റ്റ് ഒന്ന് വിളിക്കോ? വാ, ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാം, കുഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നാ. ഇങ്ങോട്ട് വാ മക്കളെ. അച്ഛനെന്തിയടാ? ഇങ്ങോട്ട് ഇറങ്ങി നിന്നേ. ഇതാണ് ഞങ്ങളുടെ മുരളിച്ചേട്ടൻ. ഇങ്ങോട്ട് നിൽക്കും. ആ ഉടുപ്പൊന്നും വേണ്ട, സാരമില്ല, അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഞാനൊരു ചെറിയ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് വന്നാൽ ഇങ്ങനെ വഴിയിൽ നിന്ന് മുകളിൽ നിന്ന് കയറി ജപ്പിച്ചേട്ടനെ കണ്ട്. മനു എന്തിയടാ? ആ, ഞാനാ. അപ്പം അങ്ങോട്ട് വരുന്നോ? വാ, മുരളിച്ചേട്ടനെ കാണാൻ വേണ്ടി തന്നെ ഇതിലേക്ക് ഇറങ്ങി. ആ മേളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന. ആ, ഓടി വാ. അതാണ്. അങ്ങോട്ട് കുറേ വീടുകളും വഴികളുണ്ട്. കുറേ വഴികൾ, ചെറിയ ചെറിയ വഴികൾ ഒത്തിരിയുണ്ട്. ഇത് ഞാൻ പറയാൻ വന്നത് ഈ നാടിൻ്റെ നന്മ നിറഞ്ഞ ആൾക്കാർ ധാരാളമുള്ള ഏരിയയാണ്. എന്താവശ്യത്തിനും കൂടെ നിൽക്കും, എന്താവശ്യത്തിനും അവർ വരും. ഇതാണ് മുരളിച്ചേട്ടൻ്റെ കട, മുരളിച്ചേട്ടൻ്റെ വീട്. ഇത് ഞങ്ങളുടെ തേടി വന്ന ഗോപാൽജി. ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് ഗോപാൽജി. ആ, നമ്മുടെ സ്വന്തം ഗോപാൽജിയാണ്. മക്കളെ കഴിഞ്ഞോ?
എൻ്റെ വീഡിയോ ഇപ്പോൾ നിർത്തുന്നതാണ്.